ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ് കേട്ടോ, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിന്ന് വന്ന വീഡിയോ എന്താ പറയുക, നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. നല്ലൊരു നമ്മളെന്താ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുക, കടം കൊണ്ട് ബുദ്ധിമുട്ടുക, എന്താ പറയുക, നമ്മളെന്തെങ്കിലുമൊക്കെ എന്താ പറയുക, വായ്പ വാങ്ങിയ സാധനം കൊടുക്കാൻ കഴിയാതായി പോവുക, അതേപോലെ എന്താ കടം വാങ്ങിയ പൈസ തിരിച്ച് കൊടുക്കാൻ സമയമായിട്ടോ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, അങ്ങനത്തെ പല സാമ്പത്തികമായുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഖുർആനിലൊരു ആയത്താട്ടോ, 2 ആയത്താണ്. ഈ ആയത്ത് നമ്മൾ പിന്നെ എന്താ പറയുക, പതിവായിട്ട് ഓതുന്ന ആളുകളുണ്ടാവില്ലേ. പിന്നെ അൻസൽന, അതേപോലെ എന്താ ഖുലില്ലാഹുമ്മ, പിന്നെ അതേപോലെ ആയത്തുൽ കുർസി, ആമന റസൂൽ, ലഖത് ജാഅക്കും, പിന്നെ അതേപോലെ എന്താ, അതേപോലെ കുറേ ആയത്ത് നമ്മൾ പതിവായി വന്ന കുറേ ആയത്തുകളുണ്ടല്ലോ അല്ലേ. പിന്നെ വലിയ വലിയ സൂറത്തിൽ നിന്ന് വരുന്ന ആയത്തുകൾ, അതേപോലത്തെ ഒരു ആയത്താണ് കേട്ടത്. നമ്മൾ എല്ലാവരും ഓതുന്ന ആയത്തായിരിക്കും തോന്നുന്നുണ്ട്. ഈ ഒരു സൂറത്തിലെ ഈ ഒരു ആയത്തില്ലേ, നമ്മൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണ ഓതുക. ഇത് ഓതുമ്പോൾ ഇല്ലേ, നീയത്ത് വെക്കുക, സാമ്പത്തികമായി ഏത് രീതിയിലാണ് നമുക്ക് വിഷമം പ്രയാസമുള്ളത് വെച്ചാൽ ആ പ്രയാസം മാറ്റിത്തരണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നീയത്ത് വെച്ചതിന് ശേഷം ഓതുക കേട്ടോ. ഇത് ഓതുന്നതിന് മുമ്പ് ഒരു 7 സ്വലാത്തും ശേഷം ഇത് ഓതി കഴിഞ്ഞതിന് ശേഷം 7 സ്വലാത്ത് ഓതിയാൽ പിന്നെന്താ പറയുക, നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ആയത്ത്. ഖുലില്ലാഹുമ്മ മാലിക്കുൽ മുൽക്ക് തുഹത്തുൽ മുൽക്ക് മൻ തശാഅ് വതുൻസിഹു മുൽക്കു മിമ്മൻ തശാഅ് വതുഇസ്സു മൻ തശാഅ് വതുദില്ലു മൻ തശാഅ് ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിന്നഹാരി വതുലിജുൻ നഹാറ ഫിൽ ലൈലി. ഈ ഒരു ആയത്തില്ലേ, നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരു 7 തവണ ഓതാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് എന്താ നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ ഹലാലായ മാർഗത്തിൽ നമുക്ക് സാമ്പത്തിക എന്താ പറയുക, വഴി അല്ലാഹു തുറന്നു തരും. ഏത് സാമ്പത്തികമായി എങ്ങനെയൊക്കെ രീതിയിൽ ഏത് കാരണം കൊണ്ടും നമ്മൾ വേദനിക്കുന്ന ആ വേദനക്ക് നമുക്കൊരു വഴി റബ്ബ് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. അപ്പം ഇത് കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം ഓതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേപോലെ സമയം കിട്ടിയെന്ന് വരില്ല അല്ലേ. അപ്പം അങ്ങനെ സമയം കിട്ടാത്തവരുണ്ടെങ്കിൽ എന്താ ചെയ്യുക, സുബഹിക്ക് ശേഷം ഒരു 7 മഗ്‌രിബിന് ശേഷം ഒരു 7 ഓതുക കേട്ടോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവില്ല, അവർക്കൊക്കെ അള്ളാഹു കടം വീട്ടാനുള്ള ഹലാലായ വഴി, ഹൈറായ വഴി അള്ളാഹു തെളിച്ച് തരട്ടെ. അതേപോലെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായുള്ള എല്ലാ ബുദ്ധിമുട്ടും തീർത്തിട്ട് മക്കളെ കൊണ്ട്, ഭർത്താക്കന്മാരെ കൊണ്ടും ഭാര്യമാരെ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അള്ളാഹു സാലിയത്തായ ഇണകളാക്കി തരട്ടെ. അതേപോലെ മക്കളാണെങ്കിൽ നമ്മൾ സാലിയത്തായ 2 ലോകത്തേക്ക് ഉപകരിക്കുന്ന മക്കളാക്കി നമ്മളെ മക്കൾ അള്ളാഹു പിന്നെ ആക്കി തരട്ടെ. പിന്നെ അനുസരണമുള്ള മക്കളാക്കി തരട്ടെ. റമദാൻ മാസത്തിലേക്ക് എല്ലാവരും തയ്യാറെടുക്കുന്നുണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കണ്ടുകൊണ്ട് നോക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നല്ലതായി തോന്നി നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.